പ്രത്യാശയിലേക്ക് ഈശോ ഈ വാക്കുകളിലൂടെ തൻ്റെ ഉയർപ്പിലൂടെ നമുക്ക് നൽകുന്ന പ്രത്യാശയും പ്രതീക്ഷയുമാണ് ദുഃഖത്തിൻ്റെ ഒരു നാളാണ് ഈ ദേവാലയ കാര്യങ്ങൾ പഴയതയായ യേശുവിൻ്റെ അഭിഷേകത്തിന് വേണ്ടി പ്രാർത്ഥിക്കുവാനാണ്. തീർച്ചയായിട്ടും പ്രിയപ്പെട്ടവരുടെ വേർപാട് ഏറെ വേദനയും ശൂന്യതയും ദുഃഖവും ഒക്കെ സൃഷ്ടിക്കുന്ന രീതിയാണ്. ക്രിസ്തുനാഥൻ തൻ്റെ മരണത്തിലൂടെയും ഉദ്ധാരത്തിലൂടെയും നമുക്ക് നൽകുന്ന വലിയ പ്രതീക്ഷ ഇത് തന്നെയാണ്. നമ്മുടെയൊക്കെ ജീവിതത്തിൽ കൃപയാം വീഴ്ചിടുമെന്നേ കുറവേതുമേ ആത്മാവ് ദൈവത്തോടൊപ്പം നിത്യാനന്ദത്തിലായിരിക്കുന്നതിന് വേണ്ടി പ്രാർത്ഥിക്കാം. തുടർന്ന് പരേതയുടെ കുടുംബാംഗങ്ങളിൽ ബന്ധുമിത്രാദികൾക്കും ആശ്വാസവും സമാധാനവും ലഭിക്കുന്നതിന് വേണ്ടി ഈ വേദിയിൽ നമുക്ക് പ്രാർത്ഥിക്കാം. കർത്താവേ, തളർക്കപ്പെട്ട എന്റെ അസ്ഥിമജ്ജനം സന്തോഷത്താൽ ഉണർന്നുണി. ഈ സഹോദരിയുടെ കുടുംബാംഗങ്ങളുടെ പ്രത്യേകമായ ഓർക്കുകയും അവർക്ക് പ്രാർത്ഥിക്കുകയും, കാരണം മറ്റൊരു വ്യക്തിക്ക് ഒരു വ്യക്തിയെ ഒരിക്കലും പകരം വയ്ക്കുവാനായിട്ട് സാധിക്കില്ല. ദൈവം ഓരോ മനുഷ്യനെയും പ്രത്യേകമായിട്ട് തിരഞ്ഞെടുക്കുകയും ഈ ഭൂമിയിലേക്ക് അയക്കുകയും ചെയ്യുന്ന ഓരോ നിയോഗത്തിനായിട്ട് നിങ്ങൾക്കും എനിക്കും എല്ലാവർക്കും ഈ ഭൂമിയിൽ ചെയ്തു തീർക്കുവാനുള്ള കടമ അത് പൂർത്തിയാക്കപ്പെടുമ്പോൾ തിരിച്ച് എവിടെ നിന്നാണ് വന്നത് അവിടേക്ക് നമ്മൾ യാത്രയാവുകയാണ്. എങ്കിലും നമുക്ക് നൽകുന്ന വിശ്വാസം വലിയ ആശ്വാസമാണ്. മരണം എന്നതിലൂടെ നാം നശിക്കുകയല്ല, മനുഷ്യൻ മരണം എന്നതിലൂടെ നിത്യജീവിതത്തിലേക്ക് നമ്മുടെ നാഥനും രക്ഷകനും സന്തോഷത്താൽ ഉണർന്നുണി. കർത്താവേ, അങ്ങാണ് എന്റെ ആത്മാവിനെ ശൂന്യതയിൽ നിന്ന് രക്ഷിച്ചിരിക്കുന്നത്.
സ്വർഗീയ ഭവനം ഞങ്ങൾക്കുണ്ടെന്ന് ഞങ്ങൾ അറിയുന്നു. വിശുദ്ധ പൗലോസപ്പോസ്തലൻ കൊറിന്തോസുകാർക്ക് എഴുതിയ 2-ാം ലേഖനത്തിൽ നിന്ന്. സഹോദരരെ, ഞങ്ങൾ വസിക്കുന്ന ഭൗമിക ഭവനം നശിച്ചു പോകുമെങ്കിലും കരങ്ങളാൽ നിർമ്മിതമല്ലാത്തതും ശാശ്വതവും ദൈവത്തിൽ നിന്നുള്ളതുമായ സ്വർഗീയ ഭവനം ഞങ്ങൾക്കുണ്ടെന്ന് ഞങ്ങൾ അറിയുന്നു. ഞങ്ങൾക്ക് എല്ലായ്പ്പോഴും നല്ല ധൈര്യമുണ്ട്. ഞങ്ങൾ ശരീരത്തിൽ വസിക്കുന്നിടത്തോളം കാലം കർത്താവിൽ നിന്ന് അകലെയാണെന്ന് ഞങ്ങൾ അറിയുന്നു. എന്തെന്നാൽ ഞങ്ങൾ നയിക്കപ്പെടുന്നത് കർത്താവേ, ഈ കാര്യത്തിനായി ഞങ്ങൾ അപേക്ഷിക്കുന്നത് അങ്ങേ ജനത്തോട് കാര്യങ്ങളോട് ദാസൻ ഇനി അഗസ്റ്റിന്റെ സമാധാനത്തിന്റെയും പ്രകാശത്തിന്റെയും സ്ഥലത്ത് എത്തിച്ചേരാൻ അങ്ങയുടെ വിശുദ്ധരുടെ സമൂഹത്തിൽ പങ്കുചേരാൻ അങ്ങയുടെ പരിശുദ്ധാത്മാവിനെ ഐക്യത്തിൽ ഞങ്ങൾ സമർപ്പിക്കുന്ന പ്രാർത്ഥന കേട്ടുകൊള്ളണമേ. അന്ത്യദിനത്തിൽ അവനെ ഞാൻ ഉയർപ്പിക്കുകയും ചെയ്യും. ധൈര്യമുണ്ട്. ശരീരത്തിൽ നിന്ന് അകന്നിരിക്കാനും കർത്താവിനോട് അടുത്തിരിക്കാനും ഞങ്ങൾ ആഗ്രഹിക്കുന്നു. അടുത്തായാലും അകലെയായാലും അവർക്ക് പ്രസാദിപ്പിക്കുക എന്നതാണ് ഞങ്ങളുടെ ലക്ഷ്യം. എന്തുകൊണ്ടെന്നാൽ ഓരോരുത്തരും തങ്ങളുടെ ശാരീരികതയിൽ ചെയ്തിട്ടുള്ള നന്മ നിന്നവർക്ക് പ്രതിഫലം സ്വീകരിക്കുന്നതിന് നാം എല്ലാവരും ക്രിസ്തുവിന്റെ ന്യായാസനത്തിന് മുൻപിൽ വരണം. കർത്താവിന്റെ വചനം. പ്രതിവചന സങ്കീർത്തനം. കർത്താവിന്റെ ആലയത്തിലേക്ക് നമുക്ക് പോകാമെന്ന് അവർ പറഞ്ഞപ്പോൾ ഞാൻ സന്തോഷിച്ചു. കർത്താവിന്റെ ആലയത്തിലേക്ക് നമുക്ക് പോകാമെന്ന് അവർ പറഞ്ഞപ്പോൾ ഞാൻ സന്തോഷിച്ചു. ജെറുസലേമേ, ഇതാ ഞങ്ങൾ നിന്റെ കവാടത്തിനുള്ളിൽ എത്തിയിരിക്കുന്നു. കർത്താവിന്റെ ആലയത്തിലേക്ക് നമുക്ക് പോകാമെന്ന് അവർ പറഞ്ഞപ്പോൾ ഞാൻ സന്തോഷിച്ചു. നന്നായി പണിതതിന്റെ നഗരമാണ് ജെറുസലേം. അതിലേക്ക് ഗോത്രങ്ങൾ വരുന്നു, കർത്താവിന്റെ ഗോത്രങ്ങൾ. കർത്താവിന്റെ ആലയത്തിലേക്ക്
പിതാവിനെ കണ്ടവരെല്ലാം എൻ്റെ അടുത്ത് എൻ്റെ അടുക്കൽ വരുന്നവരെ ഞാൻ ഒരിക്കലും തള്ളിക്കളയുകയില്ല. ഞാൻ സ്വർഗത്തിൽ നിന്ന് നൽകി വന്നിരിക്കുന്നത് എൻ്റെ ഇഷ്ടം പ്രവർത്തിക്കാനാണ്, എന്നെ അയച്ചവരുടെ ഇഷ്ടം നിറവേറ്റാനാണ്. അവിടെ എനിക്ക് നൽകിയവരിൽ ഒരുവനെ പോലും ഞാൻ നഷ്ടപ്പെടുത്താതെ അന്തിമത്തിൽ ഉയർപ്പിക്കണമെന്നാണ് എന്നെ അയച്ചവരുടെ ഇഷ്ടം. പുത്രനെ കാണുകയും അവനെ വിശ്വസിക്കുകയും ചെയ്യുന്നവരാണ് അവന് നിത്യജീവനം ഉണ്ടാക്കണമെന്നാണ് എൻ്റെ പിതാവിന്റെ ഇഷ്ടം. അന്തിമത്തിൽ അവനെ ഞാൻ ഉയർപ്പിക്കുകയും ചെയ്യുന്നു. കർത്താവിന്റെ സുവിശേഷം. ഇത് നിങ്ങൾക്ക് വേണ്ടി അർപ്പിക്കാനിരിക്കുന്ന എൻ്റെ ശരീരം ആകുന്നു.
ഇത് നിങ്ങളുടെ ഓർമ്മയ്ക്കായി ചെയ്തിരിക്കുന്നു. വിശ്വാസത്തിന്റെ രഹസ്യം. അങ്ങേ കുരിശുമരണവും ഉയർപ്പും വഴി ഞങ്ങളെ വീണ്ടെടുത്ത ലോകരക്ഷകാ, ഞങ്ങളെ രക്ഷിക്കണമേ. ആകയാൽ കർത്താവേ, അവിടുത്തെ മരണവും ഉയർപ്പും ഓർത്തുകൊണ്ട് അങ്ങേ തിരുമുമ്പിൽ നിൽക്കുന്നതിനും അങ്ങേ പരിരക്ഷിക്കുന്നതിനും അർഹനാക്കി തീർത്തിരുന്നതെന്ന് പറഞ്ഞുകൊണ്ട് ജീവനെയപ്പവും രക്ഷകപാനപാത്രവും ഞങ്ങൾ അങ്ങേക്ക് അർപ്പിക്കുന്നു. ക്രിസ്തുവിന്റെ ശരീരത്തിലും രക്തത്തിലും പങ്കുചേർന്ന് ഞങ്ങളെ പരിശുദ്ധാത്മാവിൽ ഒന്നായി ചേർക്കുന്നത് താഴ്മയോടെ ഞങ്ങൾ വീക്ഷിക്കുന്നു. കർത്താവേ, ലോകമെങ്ങും വ്യാപിച്ചിരിക്കുന്ന അങ്ങേ സഭയെ ഓർക്കണമേ. ഞങ്ങളുടെ പരിശുദ്ധനാമോടും ഞങ്ങളുടെ കൃഷ്ണനായ തോമസ്കാരോടും ക്രിസ്തുദാസ സഹായത്താലോടും വൈദികത്തോടുകൊണ്ട് സഭയെ സ്നേഹത്തിന്റെ പൂർണ്ണതയിൽ എത്തിക്കണമേ. ഈ ലോകത്തിൽ നിന്ന് അങ്ങേ കൊണ്ടിലേക്ക് വിളിച്ച അങ്ങേ ദാസി അഗസ്റ്റിനെ ഓർക്കണമേ. അങ്ങേ പുത്രന്റെ മരണത്തിനാസദൃശമായി അവിടുത്തോട് ഒന്നായി തീർന്ന മക്കളെ അവിടുത്തെ ഉദ്ധാനത്തിലും ഒന്നാക്കണമേ. സഹോദരത്തിൽ അങ്ങേക്കാരെങ്കിലും നന്മ സകലയും അങ്ങോടുകൂടി അങ്ങേ മുഖത്തിന്റെ പ്രകാശത്തെ അവരെ സ്വീകരിക്കുകയും ചെയ്യണം. ഞങ്ങളെല്ലാവരും കഴിയണമെന്ന് പ്രാർത്ഥിക്കുന്നു. ദൈവമാതാവായ പരിശുദ്ധത്തോടും ആ കന്യകയുടെ പ്രധാനമായ ഭാഗ്യയുടെ യോസേഫിനോടും അനുഗ്രഹീതരായ അപ്പോസ്തലന്മാരോടും കാലാകാലങ്ങളിൽ അങ്ങേ പ്രസാദിപ്പിച്ച സകല വിശുദ്ധരോടും നിത്യജീവനിൽ പങ്കുചേരുവാൻ ഞങ്ങളെ ആരാധിക്കുകയും അങ്ങേ പുത്രനായ യേശുക്രിസ്തു വഴി ഞങ്ങളെ സ്തുതിക്കുകയും മഹത്വപ്പെടുത്തുകയും ചെയ്യുന്നതാണ്. ക്രിസ്തുവിലൂടെ, ക്രിസ്തുവിനോടുകൂടെ, ക്രിസ്തുവിൽ തന്നെ സർവശക്തനായ ദൈവപിതാവായ അങ്ങേക്ക് പരിശുദ്ധാത്മാവായ ഐക്യത്തിൽ എല്ലാ ദൈവത്തിനും മഹത്വവും എന്നും എന്നേക്കും ആമേൻ. രക്ഷാകരനായും ദിവ്യോപദേശകാര്യവും ഭയം നമുക്ക് തിരിച്ചതാണ്. ആവചനത്തിനായി ശിഷ്യന്മാർക്ക് കൊടുത്തുകൊണ്ട് ചെയ്തു. എല്ലാവരും വാങ്ങിയിരുന്ന കുടിക്കുക. ഇത് നിങ്ങൾക്ക് ഞങ്ങളുടെ പാപങ്ങളല്ല തന്നെ അങ്ങേ വിശ്വാസത്തിന് അങ്ങേയോടനുസരിച്ച് സഭയ്ക്ക് സമാധാനവും എന്നും ജീവിക്കുകയും വാഴുകയും ചെയ്യുന്ന പ്രാർത്ഥന കേൾക്കണമേ. കർത്താവിന്റെ സമാധാനം ഞങ്ങളോട് എപ്പോഴും ഉണ്ടായിരിക്കട്ടെ. പരസ്പരം സമാധാനം ആശംസിക്കുക. Amen.
കർത്താവേ, ചെറുതായിരിക്കുവാൻ കൂതാശം നൽകിയവരായി ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. അങ്ങയുടെ ഉള്ളിൽ പങ്കാളിയാകാൻ ഇടയാക്കുന്ന സഹോദരി വിനയത്തിന്റെ ആത്മാവ് ഇതിന്റെ രഹസ്യത്തിന്റെ ശക്തി ശക്തീകരിക്കപ്പെട്ട് ക്രിസ്തുവിന്റെ സമാധാനത്തിൽ അനന്തരം പാലിക്ക് മാറാറുണ്ട്. കർത്താവായ ക്രിസ്തുവിനെ ഞങ്ങൾ സമർപ്പിക്കുന്ന പ്രാർത്ഥന കർത്താവ് നമ്മളോട് കൂടെ സർവശക്തനായ ദൈവം പിതാവും പരിശുദ്ധാത്മാവിന്റെ സമർത്ഥമായി ഗ്രഹിക്കട്ടെ. ഒടുവിൽ ദിവ്യപൂജ സമാപിച്ചു.
കാരുണ്യകനും ലോകരക്ഷകനുമായ ദൈവമേ, അങ്ങയുടെ അലംഘനീയമായ കൽപ്പനയനുസരിച്ച് ഈ ലോകത്തിൽ നിന്ന് യാത്രയാണ് ഏദാസി മിനി അഗസ്റ്റിൻ്റെ ആത്മാവിന് വിശുദ്ധ സാമൂഹിക പ്രവേശനം നൽകണമേ. പുണ്യചരിതരെ സ്വർഗീയ ഭവനത്തിലേക്ക് ആനയിക്കുവാനായി അങ്ങ് വാനമേഖലയിലെ മഹത്വത്തോടെ ആഗതനാകുമ്പോൾ കണ്ണുകൾ കണ്ടിട്ടില്ലാത്തതും ചിന്തയ്ക്ക് അതീതവുമായ പരിശുദ്ധമറിയമേ തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി വിശ്വാസിയായ മിനി അഗസ്റ്റിന്റെ ആത്മാവ് ദൈവകൃപയാൽ സമാധാനത്തിൽ ആശ്വസിക്കട്ടെ. കർത്താവിന്റെ വലിയ ചിന്തയത്വത്തെക്കുറിച്ച് നയിച്ച ആത്മാവിന്റെ മേൽ കൃപയായിരിക്കണമേ. അങ്ങയുടെ രാജ്യമരണമേ. പോയി ഒറ്റയായി എല്ലാ വേദനയും മമ്മ എന്ത് ചെയ്യാൻ എന്റെ വീട്ടിൽ എനിക്ക് ഉറക്കം സർവശക്തനായ ദൈവം രണ്ടാമക്കൾ എൻ്റെ മോളെവിടാ എൻ്റെ കുടുംബത്തിലെ നായികയാണ് എൻ്റെ മോളെവിടാ എൻ്റെ മോളെ പറയണമേ എൻ്റെ മോളെ അവരെല്ലാം ഉപേക്ഷിച്ചു അമ്മയെ ഉപേക്ഷിച്ചു യാത്ര പറഞ്ഞു വരാത്ത എൻ്റെ മോളെ എന്നെ ഒരുപാട് എൻ്റെ സാനിയത്തിമാരെല്ലാം കാണാൻ എൻ്റെ കൊച്ചുമക്കളെ കാണാൻ എന്ന് വരുന്നു. എന്നിട്ടെല്ലാം കൂടുതൽ ഇഷ്ടം എൻ്റെ കൊച്ചാൻറ്റിക്കാണ് ഇഷ്ടം. ഈ കൊച്ചാൻറ്റിയായിട്ടല്ലേ ഈ കാര്യങ്ങൾ സംസാരിക്കുന്നത്. ഞാൻ അടുത്തേലും ഓടിക്കും. എൻ്റെ മോളെ എന്നെ ഓടിച്ചു വിടും. അങ്ങോട്ട് ഞാനും കൊച്ചാൻറ്റിയും കൂടെ സംസാരിക്കും. എൻ്റെ മോളെ എല്ലാം കളഞ്ഞു പാപ്പ താലമ്പ പാലിട്ട് പോകും.
പാവിന് സമാധാനം കൊടുമളേ, പാവിന് സമാധാനം കൊടു. എൻ്റെ നല്ല മകൻ എനിക്ക് കാണണം. എനിക്ക് അറിഞ്ഞൂടാ മോളെ എങ്ങനെയാണ്. അങ്ങിനിൻ്റെ കൂടെ വരും. എൻ്റെ കൂടെ ഞാൻ എൻ്റെ കൂടെ വരുമേ. നീ എന്നെ കൊണ്ടുപോകണം. പഠിച്ചു വെച്ചു എൻ്റെ മകളെ കൊട്ടാരമല്ല നീ അവിടെയാ എൻ്റെ കുടുംബത്തിൻ്റെ നായികയായിരുന്നു അവള്. ഒന്നിനും കുറവ് വെച്ച് തന്നിട്ടില്ല. എല്ലാം ഏറ്റെടുത്ത് ചെയ്ത് തരും. എല്ലാവർക്കും എല്ലാ സൗകര്യങ്ങളെയും ചേർത്ത് പിടിക്കൂ. എൻ്റെ മോളെ ചോദിച്ചാ എൻ്റെ പൊന്നുമോളെ നീ അത് കാലം എൻ്റെ മക്കൾക്കൊരു ശ്വാസം കൊടുവനെ ഞങ്ങൾ പൊട്ടിത്തകരണമോളെ. ദിവസവും ഞങ്ങൾ പൊട്ടിത്തകർന്നോണ്ടിരിക്കും. എൻ്റെ മകളെ നിന്നെ എൻ്റെ കൂടെ ഞാൻ വരും. എൻ്റെ മകള് കൊട്ടാരത്തിൽ പപ്പ വന്നോളെ. എൻ്റെ പ്രിയപ്പെട്ട പപ്പ, എൻ്റെ പപ്പ ഒരു തന്നേ. നിന്റെ പപ്പ അവിടെ ഇരുന്നു മോളെ. എൻ്റെ പൊന്നുമോളെ കടന്ന് വിളിക്കും പപ്പ പപ്പ പപ്പ. പ്രിയപ്പെട്ട പപ്പ വരായിരുന്നേ. നിന്റെ എന്നെ തറയെ വയ്ക്കൂലോ. അത് പറഞ്ഞാല് അവർ കേട്ടിട്ട് ചിരിക്കും. നിങ്ങൾ തമ്മിൽ അത്രയും ഇഷ്ടമുള്ള മക്കളെ മകളായിരുന്നു. വേദനയെ കാത്തിരുന്നവളെ എല്ലാവരും എൻ്റെ മകളെ കാണാൻ എല്ലാവരും വരുന്നവളെ. എല്ലാവരും വരുന്നത് ഓടി വന്നവളെ. എത്ര ദിവസം നിന്നെ അവിടെ കിടന്ന് ശുശ്രൂഷിച്ചിട്ടുണ്ട്. അവസാനമായി എൻ്റെ മകളെ കഥ പറഞ്ഞിരുന്ന ചേച്ചിയായിട്ട് പറ്റാനും പറഞ്ഞിട്ടിരുന്നോ. എൻ്റെ കുഞ്ഞോളെ എല്ലാവർക്കും താങ്ക് യു പറയോളെ. എൻ്റെ മോളെ താങ്ക് യു പറ. എല്ലാവരും വന്ന് എൻ്റെ അനിയത്തിമാരെല്ലാം വന്നിട്ട് കുഞ്ഞുമോളെ ഒരു പൂ കൂടെ തരൂ.
Can you take a picture and send it to me? Yeah. നമ്മളൊന്നും